ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പുകാലം അത് ശുദ്ധീകരണ കാലമാണ്. നിയോഗ വഴികളെ തിരിച്ചറിയുന്നതിനുള്ള ഒരു ധ്യാനകാലം. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നിയോഗ വഴികളെ തിരിച്ചറിയുക എന്ന ചിന്തയാണ്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 47 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. 49-ാമത്തെ വാക്യം: അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. പെസഹ പെരുന്നാളിന് യേശു അമ്മയപ്പന്മാരോടുകൂടി യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുകയും അവരുമായി സംവദിക്കുകയും ചെയ്യുന്ന യേശുവിനെ നമുക്ക് ഈ വേദഭാഗത്തിൽ കാണാം. യെരുശലേം ദേവാലയവും പരിസരവും തിരക്കു പിടിച്ച ഇടമായി മാറുമ്പോൾ കൗമാരക്കാരനായ യേശു നഷ്ടപ്പെട്ടു പോകുന്നു. യേശുവിനെ നഷ്ടപ്പെട്ടത് ദേവാലയത്തിലായിരുന്നു എന്നതാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. ഒരുപക്ഷെ വഴിയരികിലോ തെരുവിലോ നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ തിരികെ കിട്ടാൻ പ്രയാസമായേനെ. എന്നാൽ അവൻ നഷ്ടപ്പെട്ടത് ദേവാലയത്തിനുള്ളിലായിരുന്നു. നമ്മുടെ തലമുറകൾ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടാൽ അത് ലോകത്തിന് നേട്ടമാകും. യേശുവിനെ മാതാപിതാക്കൾ കണ്ടെത്തുന്നത് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലാണ്. അവൻ ന്യായപ്രമാണത്തിൽ ഗുരുക്കന്മാരുമായി സംവാദത്തിൽ ഏർപ്പെടുകയായിരുന്നു. സംവാദങ്ങളും ചർച്ചകളും ഒരുവനെ പുത്തൻ ആശയങ്ങളിലേക്കും ദർശനങ്ങളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും നയിക്കും എന്നതിൽ തർക്കമില്ല. ഇവിടെ അമ്മയായ മറിയയുടെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടിയിൽ തൻ്റെ നിയോഗ വഴിയെ വ്യക്തമാക്കുന്ന യേശുവിനെ നമുക്ക് കാണാം. യേശു തന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന വാക്കുകളിലൂടെ തൻ്റെ നിയോഗ വഴി എന്താണെന്ന് യേശു വ്യക്തമാക്കുന്നു. ദൈവസന്നിധിയിൽ അഥവാ ദേവാലയവുമായിട്ടുള്ള സമ്പർക്കവും ഗുരുക്കന്മാരോടുള്ള സംവാദവും യേശുവിന് പുതിയ ഉൾക്കാഴ്ച നൽകിയതുപോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കും ഉൾക്കാഴ്ചയുണ്ടാകുവാൻ ഇടയാകട്ടെ. യേശു താൻ ഇരിക്കേണ്ടത് എവിടെയെന്നറിഞ്ഞു തൻ്റെ നിയോഗത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായിരുന്നു. നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മെക്കുറിച്ച് ക്രിസ്തു ചിലത് ആഗ്രഹിക്കുന്നു. നമുക്കും നിയോഗ വഴികളുണ്ട്. നമ്മുടെ നിയോഗ വഴികളെ തിരിച്ചറിയുവാൻ, അതിനനുസരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം രൂപപ്പെടുത്തുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ നിയോഗ വഴികളെ തിരിച്ചറിയുവാൻ കൃപ നൽകണമേ. ഈ ലോകത്തിന് അനുരൂപരാകാനല്ല, ദൈവഹിതത്തിന് ഞങ്ങളെ സമർപ്പിക്കുവാൻ സഹായിക്കണമേ. ആമേൻ.